ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടാക്കി പകുതിയായി. ഒരു സാരിയാണ്, അത് വലുതാവണമെങ്കിൽ ഇനി ഒരു സാരി കൂടെ അതിനകത്ത് ചേർക്കാം. ചെറുതാണെങ്കിൽ അങ്ങനെ മതി. ഒരു സാരി ഞാൻ രണ്ടാമത്തെ സാരി ഞാൻ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തയ്ക്കണം ഇത്. എന്നിട്ട് ഒരു സാരി ഇങ്ങനെ എടുക്കണം. അതിൻ്റെ ഒരു തലപ്പ് ഇങ്ങനെ നമ്മൾ ടേബിളിൻ്റെ എവിടെ ഒരു കാലിൽ ഇങ്ങനെ കെട്ടണം. കെട്ടിയിട്ട് ഇത് മൂന്നായിട്ട് കീറണം. ഇതിങ്ങനെ മൂന്നായിട്ട് കനം കുറച്ച് മൂന്നായിട്ട് കീറണം. സാരികൾ മൂന്നായിട്ട് കീറിയിട്ട് ഈ ഒരു സാരി 3 കഷ്ണങ്ങളാക്കണം. മൂന്നായിട്ട് കീറി വിടരുത്, ഇങ്ങനെ വിട്ടിട്ട് അത് പിന്നിയെടുക്കണം. അങ്ങനെ നമ്മുടെ സാരി കീറി ഒരു തലപ്പ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റി വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കുരുങ്ങും. ഇങ്ങനെ 3 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റണം. ചുറ്റി എന്നിട്ട് നമുക്കിത് പിന്നിയെടുക്കാം. കണ്ടല്ലേ, ഇതുപോലെ 3 കഷ്ണങ്ങളായിട്ട്. എന്നിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാം. ചുറ്റിയല്ല പിന്നിയെടുക്കാം. പിന്നിയതിന് ശേഷമാണ് ചുറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം തയ്യാറായി. പിരിച്ചെടുത്ത് പിന്നിയെടുത്ത് ഇനി ഇത് നമുക്ക് ചുറ്റാം. നമുക്കിഷ്ടമുള്ള രീതി ചുറ്റാം. ഞാൻ വട്ടത്തേലെ ചുറ്റുന്നുള്ളൂ. ഇങ്ങനെ ചുറ്റിയെടുക്കാം. പിന്നിയൻ്റെ തലപ്പ് ഫസ്റ്റ് ഇതിനകത്ത് കയറ്റി എന്നിട്ട് വേണം നമുക്കിങ്ങനെ ചുറ്റാൻ. രണ്ട് ചുറ്റണം. ഇങ്ങനെ ചുറ്റി നമുക്കെടുക്കാം. റെഡി. ഇനി നമുക്കിത് സൂചി വെച്ച് ഇങ്ങനെ തയ്ക്കണം. സൂചി നൂലും വെച്ച് ഇങ്ങനെ തയ്ക്കണം. ഇതിങ്ങനെ തയ്ക്കണം, ഇങ്ങനെ തയ്ക്കണം, ഇതേപോലെ തയ്ക്കണം. എന്നിട്ട് തിരിച്ചിട്ടും അതുപോലെ തയ്ക്കണം. ഇതിപ്പോൾ ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇത് രണ്ട് ഇങ്ങനെ തച്ചെടുക്കാൻ നല്ല അടിപൊളി. ഇതുണ്ട്, ഇതുപോലെ തച്ച് നമുക്ക് എടുക്കാം. ഇത് തച്ചുകൊണ്ടിരിക്കുക. ഇതറിയാത്തവർ തച്ചതുകൊണ്ട് നൂലൊക്കെ മേളിയിരിക്കും. നൂല് കാണാത്ത രീതിയിൽ തയ്ക്കണം. ഇതിപ്പോൾ 2, ഇതൊന്ന്, പിന്നെ ഇതൊരെണ്ണം. ഇതൊക്കെ തച്ചിട്ടില്ല, അതുകൊണ്ടാണ് പൊക്കാത്തത്. തച്ച് കഴിഞ്ഞ് പൊക്കിയെടുക്കാം. നമ്മുടെ ചവിട്ടി ഒരു 20 ചിലവില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ തച്ചെടുത്താൽ ഇത് കഴുകാനും നല്ലതാണ്. ഇത് സോപ്പ് പൊടി കലക്കിയിട്ട് ഇത് മുക്കിയിടണം. മുക്കി വെച്ചിട്ട് എന്നിട്ട് സോപ്പ് പൊടി എടുത്ത് കല്ലേ വെച്ചിട്ട് ഒരു മടൽ വെട്ടിയിട്ട് ഇങ്ങനെ അടിക്കണം. അടിച്ചിട്ട് അടുത്ത ചരുവ് മടത്തിലോട്ടിട്ട് മുക്കിയെടുത്ത് ഉണക്കിയെടുത്ത നല്ല സൂപ്പറായിട്ട് എത്ര വർഷങ്ങൾ വേണമെങ്കിലും കിടന്നോളും. എല്ലാവരും ഇങ്ങനെ ചവിട്ടി ഉണ്ടാക്കണം കേട്ടോ. എങ്ങനെയുണ്ട് ചവിട്ടി? സൂപ്പറാണോ?